Hello everyone. Today we are starting our first session on structuralism. Structuralism എന്ന് പറയുന്നത് is one of the earliest and most important schools in psychology. സൈക്കോളജിയിലെ ഏറ്റവും പുരാതനമായവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സ്കൂൾ ഓഫ് തോട്ടാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാട്ടിന് നമ്മൾ ഒറിജിൻസ് ഓഫ് സ്ട്രക്ചറലിസ്റ്റ് തോട്ട് ഫ്രം വുണ്ട് ടു ടിച്ച്നർ. ഓക്കെ, അതാണ് ഇതിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ അതിൻ്റെ ഒറിജിൻസും അതിൻ്റെ ഹിസ്റ്ററിയും ഒക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. സ്പെസിഫിക്കലി വി വിൽ ടോക്ക് അബൌട്ട് where the idea of structuralism came from, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കീ തിങ്കേഴ്സ്, ആൻഡ് എങ്ങനെയാണ് അവരുടെ ഓരോരുത്തരുടെയും ഈ ഐഡിയാസ് ശരിക്കും എന്താ പറയേണ്ടത് ആ ഒരു സൈക്കോളജി ഒരു സയൻസ് എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായകരം ആയത് എന്ന് നമുക്ക് നോക്കാം. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ നമുക്ക് അതിനകത്ത് നമ്മൾ വായിക്കുന്നത് പോലെ സ്ട്രക്ചറലിസം ആയിരുന്നു ഒരു ഫസ്റ്റ് റിയൽ അറ്റംപ്റ്റ് നടത്തിയത് ടു മേക്ക് സൈക്കോളജി എ സയന്റിഫിക് സബ്ജക്റ്റ്. സൈക്കോളജിയെ ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആയി മാറ്റുന്നതിന്റെ റൂട്ട്സ് ഇവിടുന്ന് ആണ് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സ്ട്രക്ചറലിസത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വാസ് ഓൺ സ്റ്റഡിങ് ദ ഹ്യൂമൻ മൈൻഡ് ഇൻ എ വേ ദാറ്റ് വാസ് കെയർഫുൾ, ദാറ്റ് വാസ് ഡീറ്റെയിൽഡ് ആൻഡ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ. നമുക്കറിയാം അല്ലെ, ഒരു സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒബ്സർവേഷൻ അവിടെ ആവശ്യമായിട്ട് വരും, അതേപോലെ നമുക്ക് പ്രൂഫ് ആവശ്യമായിട്ട് വരും, എംപിറിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്നുള്ളത്. അപ്പം ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന അതുവരെ അത് ജസ്റ്റ് സ്പെക്യുലേഷൻസ് ആയിരുന്നു. സ്പെക്യുലേഷനിൽ നിന്ന് മാറി ആ ഒരു സയന്റിഫിക് തോട്ട് ഇവിടെ എടുക്കാനായിട്ട് തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ സ്ട്രക്ചറലിസത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് മനസ്സിനെ അല്ലെങ്കിൽ മൈൻഡ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ പാർട്സ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഈ പാർട്സ് എന്ന് പറയുന്നത്? അതിനെ തോട്ട്സ് ആയിട്ടും ഫീലിങ്സ് ആയിട്ടും സെൻസേഷൻസ് ആയിട്ടും ഒക്കെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബ്രേക്ക് ഡൗൺ ചെയ്യുക മാത്രമല്ല, അതിനെ പഠിക്കുമ്പം ഇതിൽ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാം. അപ്പൊ ജസ്റ്റ് ലൈക്ക് ഒരു കെമിസ്റ്റ് എങ്ങനെയാണ് ലബോറട്ടറിയിൽ ഓരോ എലിമെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നത്, ഒരു കമ്പോണന്റിന്റെ പല എലിമെന്റ്സിനെ എടുത്ത് അവിടെ പഠിക്കുന്നില്ലേ, അതേപോലെ ഡിഫറെന്റ് ആക്കിയിട്ട് പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഐഡിയ ഫോളോ ചെയ്ത സൈക്കോളജിസ്റ്റ് ദേ ആക്ച്വലി വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മൈൻഡ് ഇസ് മേഡ് ഓഫ്. ഇവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, മൈൻഡിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ മൈൻഡ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത്, മനസ്സ് എന്ത് ചെയ്യുന്നു, മൈൻഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അവർ പഠിക്കാൻ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ആ ഒരു സയന്റിഫിക് സ്റ്റഡിയുടെ തുടക്കം വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവര് മൈൻഡ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദ മൈൻഡ് എന്നുള്ളതാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. മൈൻഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അവർ പഠിക്കാൻ നോക്കിയത്. അടുത്തത് ഈ ഇത് എമേർജ് ആയി വരുന്നതിന്റെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കാം. ബൈ ദ എൻഡ് ഓഫ് ദ 19th സെഞ്ചുറിയുടെ ഒരു അവസാനമായപ്പോഴേക്കും സൈക്കോളജി വാസ് സ്റ്റിൽ ക്ലോസ്ലി കണക്റ്റഡ് ടു ഫിസിയോളജി ആൻഡ് ഫിലോസഫി ഫിസിയോളജി ആയിട്ട് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിരുന്നു സൈക്കോളജി. പക്ഷേ ഒരുപാടധികം തിങ്കേഴ്സ് ഹു വർക്ക്ഡ് ഇൻ സൈക്കോളജി wanted it to be its own specific subject എന്നുള്ളതാണ്. അവിടെയാണ് സ്ട്രക്ചറലിസം ശരിക്കും ഉടലെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴത്തേക്ക് ഇറ്റ് ഗേവ് സൈക്കോളജിസ്റ്റ് എ വേ ടു സ്റ്റഡി ദ മൈൻഡ് ഇൻ എ വെരി മെത്തോഡിക്കൽ ആൻഡ് സയന്റിഫിക് വേ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ലൈക്ക് ഫിസിക്കൽ സയൻസസ് എങ്ങനെയാണ് ആറ്റംസിനെയും മോളിക്യൂൾസിനെയും പഠിക്കുന്നത്, അതേപോലെ സൈക്കോളജിസ്റ്റ് കുഡ് ഓൾസോ സ്റ്റഡി ദ ബേസിക് പാർട്സ് ഓഫ് മെന്റൽ ലൈഫ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെൻസേഷൻ, ഇമേജസ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഫീലിങ്സ് അതെങ്ങനെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അടുത്തത് നമുക്ക് ഇതിന്റെ ആ ഒരു ഫൗണ്ടേഷണൽ ഫിഗർ ആരായിരുന്നു എന്നുള്ളത് നോക്കാം. സോ വിൽഹെം വുണ്ട് വാസ് ദ ഫൗണ്ടേഷണൽ ഫിഗർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ often he is referred to as the father of psychology. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്തു വെച്ചോളുക, ഇത് നമുക്ക് ചോദ്യമായിട്ട് വരാം. വിൽഹെം വുണ്ട് is known അല്ലെങ്കിൽ often he is called as the father of psychology. അതിന്റെ കാരണം എന്താണ്?
he created the first psychology lab. ആദ്യത്തെ സൈക്കോളജി ലാബ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് വാസ് ഇൻ 1879 ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ജർമ്മനി. ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെച്ചോളുക. ആദ്യത്തെ എന്താ പറയേണ്ടത് സൈക്കോളജി ലാബ് ആര് ക്രിയേറ്റ് ചെയ്തു? വില്യം വുണ്ട്. ഏത് വർഷത്തിലായിരുന്നു? 1879. എവിടെയായിരുന്നു? ജർമ്മനിയിലായിരുന്നു. ആൻഡ് ഹൂ ഇസ് ദ ഫാദർ ഓഫ് സൈക്കോളജി? വിൽഹെം വുണ്ട് എന്നുള്ളതാണ്. അപ്പോ അദ്ദേഹം ഈ ഒരു ലാബ് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഹി വാണ്ടഡ് ടു സ്റ്റഡി ദ മൈൻഡ് യൂസിങ് എക്സ്പെരിമെന്റ്സ്, അല്ലെ? എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ട് ആ മൈൻഡിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സോ വുണ്ട് ആക്ച്വലി ഡെവലപ്ഡ് എ ടെക്നിക് കോൾഡ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന ഒരു ടെക്നിക് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ വാട്ട് ഹാപ്പൻഡ് ഇസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, വ്യക്തികള്, they would very carefully describe what they were experiencing in their minds. അപ്പോൾ ഇവിടുത്തെ സബ്ജക്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സബ്ജക്ട്സ് ആണ് ഇവര്. അവരെ ആദ്യം ട്രെയിൻ ചെയ്യും. അപ്പൊ ട്രെയിൻ ചെയ്തിട്ട് അവരുടെ മൈൻഡിലൂടെ നടക്കുന്ന എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് അത് വളരെ കൃത്യമായിട്ട് അവരെ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു എക്സ്പെരിമെന്റ് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിനകത്ത് വേരിയബിൾസ് ഉണ്ടാകും. അപ്പോൾ പല രീതിയിൽ ഒരു പക്ഷേ ഡിഫറെന്റ് സിറ്റുവേഷൻസ് അവർക്ക് കൊടുത്ത് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്ന അതിനെയൊക്കെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് അവർക്ക് ഉണ്ടാകുന്ന അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് wasn't just on listing out mental parts. ഇപ്പൊ മെന്റൽ പാർട്സ്, മൈൻഡിന്റെ പാർട്സ് അത് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഫോക്കസ്. ഹി ഓൾസോ ബിലീവ്ഡ് ദാറ്റ് മൈൻഡ് ആക്റ്റീവ്ലി ഓർഗനൈസസ് തോട്ട്സ്. മനസ്സ് വളരെ ആക്റ്റീവായിട്ട് മൈൻഡ് ചിന്തകളെ ഓർഗനൈസ് ചെയ്ത് അടുക്കി പറക്കി വെക്കുന്നു എന്നുള്ള ആ ഒരു ബിലീഫും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സോ while he helped create the base for structuralism, അദ്ദേഹത്തിന്റെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ മെന്റൽ പ്രോസസ്സസ് വർക്ക് ടുഗെദർ. മെന്റൽ പ്രോസസ്സസ് എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ഔട്ട്കം എങ്ങനെ നമുക്ക് കിട്ടുന്നു, ഹൗ ആർ ഓൾ ദ പാർട്സ് പുട്ട് ടുഗെദർ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റഡിയുടെ ഫോക്കസ് എന്ന് നമുക്ക് കാണാം. If Wundt was the foundational figure, സ്ട്രക്ചറലിസത്തിന്റെ ആർക്കിടെക്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബി ടിച്ച്നർ. ഓക്കെ, അപ്പം അദ്ദേഹം ശരിക്കും എന്താണ് ചെയ്തത്? വുണ്ടിന്റെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് ടിച്ച്നർ എന്ന് പറയുന്നത്. ബട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് മാറിയതിനു ശേഷം ഹി ഡെവലപ്ഡ് ഹിസ് ഓൺ വേർഷൻ ഓഫ് വുണ്ട്സ് ഐഡിയാസ്. ഒറിജിനൽ ഐഡിയാസ് വിൽഹെം വുണ്ടിന്റെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. സോ അതുകൊണ്ടാണ് ഹി ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട്, അല്ലെങ്കിൽ റൈറ്റ്ഫുള്ളി നമുക്ക് പറയാം വി കൻ കോൾ ഹിം ദ ആർക്കിടെക്ട് ഓഫ് സ്ട്രക്ചറലിസം. നൗ he gave the name structuralism to this approach in 1898. Again, exam point of view ൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. സ്ട്രക്ചറലിസം എന്ന വേർഡ് ആരാണ് കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ who named it as structuralism എന്ന് ചോദിക്കുകയാണെങ്കിൽ എഡ്വേർഡ് ബി ടിച്ച്നർ is the right answer. And ഏത് വർഷത്തിലായിരുന്നു? 1898. അപ്പൊ ടിച്ച്നറിന്റെ പ്രധാനപ്പെട്ട ബിലീഫ് എന്തായിരുന്നു ഇവിടെ? He believed that psychology should focus only on studying the structure of the mind. മൈൻഡിന്റെ സ്ട്രക്ചർ പഠിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യണം സൈക്കോളജി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കംപ്ലീറ്റ് ബിലീഫ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹി വാണ്ടഡ് ടു ബ്രേക്ക് ഡൗൺ എക്സ്പീരിയൻസസ് ഇൻടു ദിയർ സ്മോളസ്റ്റ് പാർട്സ്. എക്സ്പീരിയൻസസിനെ അതിന്റെ ഏറ്റവും ചെറിയ പാർട്സ് ആയിട്ട് മുറിച്ചു മാറ്റിയിട്ട് ഹി വാണ്ടഡ് ടു ഡിസ്ക്രൈബ് ദം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു ആപ്പിൾ എന്ന് പറയുന്നതിന് പകരം വൺ ഷുഡ് ബി ഏബിൾ ടു ഡിസ്ക്രൈബ് ദ കളർ, ഷേപ്പ്, ദ സ്മെൽ. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അദ്ദേഹം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി തോട്ട് ഓഫ് ദിസ് ആസ് ഡൂയിങ് മെന്റൽ കെമിസ്ട്രി എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത് വാസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മൈൻഡ് കണ്ടെയ്ൻസ്. മൈൻഡ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതല്ല, മൈൻഡിന്റെ ഉള്ളടക്കം എന്താണ്, വാട്ട് ഇസ് ദ മൈൻഡ് കണ്ടെയ്ൻ എന്നുള്ളതാണ് അദ്ദേഹം പഠിക്കാനായിട്ട് ശ്രമിച്ചത്. സോ ഇവര് രണ്ട് പയനിയേഴ്സ് ആണ് ഈ ഒരു ഐഡിയയിൽ വർക്ക് ചെയ്തവര്. സോ ഹൗ വേ ദേ ഡിഫറെന്റ് എന്നുള്ളത്. സോ വാട്ട് വാസ് ദ ഡൈവേർജൻസ് ഹിയർ ഫ്രോം വുണ്ട്സ് ഐഡിയ, അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. നൗ വി നോ ദാറ്റ് ടിച്ച്നർ admired Wundt.
അദ്ദേഹത്തിന്റെ വുണ്ടിന്റെ ഒരു സ്റ്റുഡന്റ് തന്നെയായിരുന്നു എന്നുള്ളതാണ് അല്ലെ. പക്ഷേ അവരുടെ ഐഡിയാസ് എന്ന് പറയുന്നത് വേർ നോട്ട് എക്സാക്ട്ലി ദ സെയിം. വുണ്ടിന്റെ ഐഡിയാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായിരുന്നു? ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ മെന്റൽ പ്രോസസ്സസ് വർക്ക് ടുഗെദർ. മെന്റൽ പ്രോസസ്സസ് എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ആൻഡ് ഹൗ ദേ ചേഞ്ച് ഓവർ ടൈം എന്നുള്ളതായിരുന്നു വുണ്ടിന്റെ ആ ഒരു ഫോക്കസ് ഏരിയ എന്നുള്ളത്. വുണ്ട് വീക്ഷിച്ചത്, അതായത് മൈൻഡ് ഒരു ആക്റ്റീവ് പാർട്ടായിട്ടാണ് അദ്ദേഹം അതിനെ വീക്ഷിച്ചിരുന്നത്. Now, on the other hand, ടിച്ച്നറിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ he focused only on identifying the parts of the mental experience. ആ ഒരു മൈൻഡിന്റെ എക്സ്പീരിയൻസിന്റെ പാർട്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. Now, he wasn't interested in how the mind uses or organizes these parts. മനസ്സ് ഈ പാർട്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത്, അതിനകത്ത് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. സോ യു ക്യാൻ സീ ദ ബിഗ് ഡിഫറൻസ് ഹിയർ അല്ലെ. രണ്ട് അപ്രോച്ചിലും നല്ല ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാം. അപ്പോ ടിച്ച്നറിന്റെ വേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മാർഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് മോർ അബൌട്ട് ടേക്കിംഗ് മെന്റൽ എക്സ്പീരിയൻസസ് എ പാർട്ട്. അപ്പൊ മെന്റൽ എക്സ്പീരിയൻസസിനെ അതിന്റെ പാർട്സ് ആക്കി മാറ്റിയിട്ട് ആൻഡ് ദെൻ നെയിം ദ പീസസ് എന്നുള്ളതായിരുന്നു. From Wundt, actually what he wanted to do, he wanted to know how these pieces fit together and how they worked. You see the difference there? ഈ രണ്ട് ആംഗിളും നമുക്ക് ഉണ്ടെങ്കിലല്ലേ ഇതിന്റെ ആ ഒരു പഠനം തന്നെ പൂർണ്ണമാകൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ഇനി ഇതിന്റെ ഈ ഒരു സ്ട്രക്ചറലിസം, ഈ ഒരു ഐഡിയയുടെ പിന്നിൽ പ്രവർത്തിച്ച ഇന്റലക്ച്വൽ ആന്റിസിഡൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതില് വി ഹാവ് ഹെൽംഹോൾട്സ്. ഓക്കെ, അപ്പോ ഈ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഹെർമൻ വോൺ ഹെൽംഹോൾട്സ് എന്നാണ്. സോ ഹി വാസ് എ സയന്റിസ്റ്റ് ഹു സ്റ്റഡീഡ് തിങ്സ് ലൈക്ക് ഹൗ വി സീ ആൻഡ് ഹിയർ. ഇപ്പൊ നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മൾ എങ്ങനെ കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം എന്നുള്ളത്. അപ്പം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറി നടത്തി. അതായത് നെർവ് സിഗ്നൽസ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് ട്രാവൽ ഇൻസ്റ്റന്റ്ലി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ആൻഡ് വാട്ട് ഹി ഓൾസോ ഡിസ്കവേർഡ് ഇസ് ദാറ്റ് ദേ മൂവ് അറ്റ് എ മെഷറബിൾ സ്പീഡ്. നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പീഡിലാണ് ഈ നെർവ് സിഗ്നൽസ് ട്രാവൽ ചെയ്യുന്നത്. അത് ഇൻസ്റ്റന്റ് ആയിട്ട് പോകുന്നത് അല്ല എന്നുള്ളത്. സോ ഇത് ഒരു വലിയ ഒരു ഡിസ്കവറി തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഷോഡ് that mental processes could now be measured scientifically. മെന്റൽ പ്രോസസ്സിനെ മെഷർ ചെയ്യാൻ കഴിയുന്നു. എഗെയിൻ നോക്ക്, ഓരോ ചുവടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഒരു സയൻസ് എന്ന നിലയിലേക്ക് മാറുന്നതിലേക്കാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഹെൽംഹോൾട്സ് ആക്ച്വലി ഹി യൂസ്ഡ് എക്സ്പെരിമെന്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സെൻസസ്. നമ്മുടെ സെൻസസ് കാണുക, അതാണ് ഞാൻ നേരത്തെ ഹിയർ, സ്മെൽ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ സെൻസസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള എക്സ്പെരിമെന്റ്സ് അദ്ദേഹം ഡിവൈസ് ചെയ്തു. ആൻഡ് ഫ്യൂച്ചറിലുള്ള സൈക്കോളജിസ്റ്റിന് അദ്ദേഹം ഒരു മോഡൽ കൊടുക്കുകയാണ് ചെയ്തത്. എങ്ങനെ മൈൻഡിനെ നമുക്ക് പഠിക്കാം, ഓ ഹൗ ടു സ്റ്റഡി ദ മൈൻഡ് യൂസിങ് ടൂൾസ് ആൻഡ് ഡേറ്റ. അപ്പൊ ഐഡിയാസ് കൊണ്ടല്ല മൈൻഡിനെ പഠിക്കുന്നത്, ഇറ്റ് ഇസ് യൂസിങ് റിയൽ ടൂൾസ് ആൻഡ് യൂസിങ് ഡേറ്റ എന്നുള്ള. അപ്പം Helmholtz has also trained Wundt. ഓക്കെ, വില്യം വുണ്ടിനെ അദ്ദേഹവും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ആക്ച്വലി വളരെ ഡയറക്റ്റ് ആയിട്ട് ഇറ്റ് ഇമ്പാക്റ്റഡ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവന്ന് ഈ സ്ട്രക്ചറലിസ്റ്റ് തോട്ടിന്റെ ഡെവലപ്മെന്റ്. അപ്പം ഇന്നത്തെ ഒരു കോണ്ടംപററി സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെ. സോ ഹിയർ കംസ് ദ റോൾ ഓഫ് ഗുസ്തഫ് ഫെച്ച്നർ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് സൈക്കോളജിയിൽ നമ്മൾ എടുത്ത് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് എ കീ ഫിഗർ. നമുക്ക് ഒഴിച്ചുവിടാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും സ്പെസിഫിക്കലി ഇൻ ഹൗ വി കെയിം ടു മെഷർ ആൻഡ് സ്റ്റഡി മെന്റൽ എക്സ്പീരിയൻസസ് സയന്റിഫിക്കലി. മെന്റൽ എക്സ്പീരിയൻസസ് നമുക്ക് മെഷർ ചെയ്യാൻ അതിനെ പഠിക്കാം. സി, സംതിങ് ദാറ്റ് ഇസ് നോട്ട് മെഷറബിൾ cannot be understood completely എന്നുള്ളതാണ്. അപ്പോ ഈ ഫെച്ച്നർ ഒരു ജർമ്മൻ ഫിലോസഫറും ഒരു ഫിസിസിസ്റ്റും ആയിരുന്നു.
And what he wanted to do was find the answer for a very important question. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ക്യാൻ വി മെഷർ സംതിങ് ആസ് പേഴ്സണൽ ആൻഡ് ഇൻവിസിബിൾ ആസ് പെർസെപ്ഷൻ? സി, പെർസെപ്ഷൻ എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് അല്ലെ. അപ്പോ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്, മുൻവിധി, അതൊക്കെ പെർസെപ്ഷന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഇൻവിസിബിൾ, നമുക്കതിനെ കാണാനും കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഗതിയെ എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ എന്താ പറയേണ്ട ആ ഒരു പഠനത്തിന് ആസ്പദമായ ആ ഒരു ചോദ്യം. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ടൈം വരെ മോസ്റ്റ് സയന്റിഫിക് വർക്ക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തിരുന്നത് ഓൺ തിങ്സ് ദറ്റ് യു കുഡ് സീ ആൻഡ് മെഷർ അല്ലെ. ലൈക്ക് സ്പീഡ് ആകാം, മാസ് ആകാം, അതായത് വെയിറ്റ് ഓ ടെമ്പറേച്ചർ. ഇതൊക്കെ നമുക്ക് എന്താ പറയേണ്ടത്, പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അതിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു അതിന്റെ ആ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ ആ ഒരു സയന്റിഫിക് വർക്കിന്റെ ഫോക്കസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ഫെച്ച്നറിന്റെ ഈ ഒരു ക്യൂരിയോസിറ്റി, the curiosity about the connection between the physical world and the mental world. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ്, സൗണ്ട്, പ്രഷർ, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു ഫിസിക്കൽ വേൾഡ് ആൻഡ് നമ്മുടെ ആ ഒരു മെന്റൽ വേൾഡ് എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ കാണുന്നു, കേൾക്കുന്നു ആൻഡ് ഫീലിംഗ് ദോസ് തിങ്സ്, ഇതിന്റെ തങ്ങളിലുള്ള ആ ഒരു കണക്ഷൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പഠനം 1860 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്കിന്റെ ടൈറ്റിലാണ് എലിമെന്റ്സ് ഓഫ് സൈക്കോഫിസിക്സ് എന്നാണ്. സോ ഇതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഹു പബ്ലിഷ്ഡ് ദ ബുക്ക് ടൈറ്റിൽഡ് എലിമെന്റ്സ് ഓഫ് സൈക്കോഫിസിക്സ്? ഓക്കെ, യു നോ ദി ആൻസർ. ഗസ്തവ് ഫെച്ച്നർ. ഏത് വർഷത്തിലായിരുന്നു അത് പബ്ലിഷ് ചെയ്തത്? 1860. അപ്പൊ ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം എന്താ പറയേണ്ടത്, ഹി ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ദാറ്റ് ഫോർ എവറി ഫിസിക്കൽ സ്റ്റിമുലസ്, എല്ലാ ഫിസിക്കൽ സ്റ്റിമുലസിനും, ഇപ്പൊ സ്റ്റിമുലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കുഡ് ബി ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ഓർ എ സൗണ്ട്. അപ്പൊ അതാണല്ലോ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോ ഓരോ സ്റ്റിമുലസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെന്റൽ റെസ്പോൺസ് ഉണ്ട്. ഭയങ്കര ബ്രൈറ്റ് ആണെങ്കിൽ, ഒരു ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് വന്നാൽ there is a റെസ്പോൺസ് നമ്മളിൽ അല്ലേ. അതേപോലെ അതിഭയങ്കരമായ സൗണ്ട് നമ്മൾ കേട്ടാൽ there is a corresponding mental response. ഈ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് that he believed that we could measure all these mental responses. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച്, ഒരു ന്യൂമറിക്കൽസ് ഉപയോഗിച്ചിട്ട് ഇതിനെ മെഷർ ചെയ്യാം എന്നുള്ളതായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണ് ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസ് എന്ന് പറയുന്ന JND എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു ഐഡിയ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇറ്റ്സ് കോൾഡ് ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസ്, JND എന്ന് ഷോർട്ട് ആക്കിയിട്ട് അതിനെ പറയാം. അപ്പൊ എന്താണ് ഈ ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ JND എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ എ സ്റ്റിമുലസ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ ഡിറ്റക്ട്. ദ സ്മോളസ്റ്റ് ചേഞ്ച് ദാറ്റ് എ പേഴ്സൺ ക്യാൻ ഡിറ്റക്ട് എന്നുള്ളതാണ്. അതിന് നമുക്കിപ്പോ എങ്ങനെയാ ഒരു എക്സാമ്പിൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നമ്മൾ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ കയ്യിൽ വെച്ചിരിക്കും. ഓക്കെ, ആൻഡ് വെയിറ്റ് ഉള്ള ഒരു സാധനം ഇവിടെ എന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാനിപ്പോ ഇതിന്റെ പുറത്ത് ഇതിപ്പം ഒരു പേപ്പർ അതിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒരു സാധനം ഞാൻ ഇതിന്റെ പുറത്തേക്ക് വെച്ച്, അപ്പൊ ഇതിന്റെ പുറത്തേക്ക് ഞാനിത് വെച്ച് ഒരുപക്ഷെ ഞാൻ ഇതിലേക്ക് നോക്കുന്നില്ല, എനിക്ക് വെയിറ്റിൽ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഞാൻ മറ്റൊരു സാധനം ഇതിന്റെ പുറത്തേക്ക് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വെയിറ്റിൽ ഡിഫറൻസ് അവിടെ ഫീൽ ചെയ്തു. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ 2 എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോ നമുക്ക് ആ ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് എത്രയും കൂടെ വെക്കുമ്പോഴാണ് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അതാണ് ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ആ ഒരു ടൈനി എമൗണ്ടിന്റെ ഒരു ചേഞ്ച് അവിടെ വന്നാൽ മതി. ചിലപ്പോൾ ഒരു 50 ഗ്രാം അതിന്റെ കൂട്ടത്തിൽ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. അത് കുറെ കൂടെ ഹെവിയർ ആയിട്ട് എനിക്കത് തോന്നും എന്നുള്ളത്. Okay, so that is just one concept that he worked on. He also worked on something called Weber-Fechner law എന്നുള്ളത്. അപ്പൊ ഈ ഒരു ലോയിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്, ഹൗ ദ ചേഞ്ച് ഇൻ എ സ്റ്റിമുലസ് റിലേറ്റ്സ് ടു ആ പെർസെപ്ഷൻ ഓഫ് ദ ചേഞ്ച്. ആ ഒരു സ്റ്റിമുലസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് അവിടെ ഉണ്ടായി. അപ്പൊ സ്റ്റിമുലസിൽ ഒരു ചേഞ്ച് അവിടെ വന്ന് ആ സ്റ്റിമുലസിൽ വരുന്ന ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കുന്നത്, ഓ ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു ആ പെർസെപ്ഷൻ ഓഫ് ദാറ്റ് ചേഞ്ച്, ആ ഒരു ചേഞ്ചിൻ്റെ. ബേസിക്കലി വാട്ട് ഇറ്റ് മീൻസ് ഈസ് ദാറ്റ് ആ ഒരു സ്റ്റിമുലസ് കൂടുന്നതനുസരിച്ച് we need larger and larger changes to notice the difference. ഇപ്പൊ സ്റ്റിമുലസ് മാറുന്ന അനുസരിച്ച് നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ഡിഫറൻസ് നോട്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി നീഡ് ബിഗർ ആൻഡ് ബിഗർ ചേഞ്ചസ് എന്നുള്ളതാണ്. അല്ലേ? അപ്പോ ഈ സ്റ്റിമുലസ് ഇൻക്രീസ് ചെയ്യണം അല്ലെ. അപ്പോ ആ സ്റ്റിമുലസ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ലാർജർ ആൻഡ് ലാർജർ ചേഞ്ചസ് വേണം ആ ഒരു ഡിഫറൻസ് നോട്ടീസ് ചെയ്യാൻ. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. നമ്മൾ എന്താ പറയേണ്ടത്, ഒരു 1 kg വെയിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നു എന്ന് വെക്കുക. അത് ഇങ്ങനെ കൈകൊണ്ട് പൊക്കുന്നു. അപ്പം അതിനകത്ത് ഒരു 100 ഗ്രാം 1 kgയുടെ കൂട്ടത്തിൽ ഒരു 100 ഗ്രാം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു ചെറിയ ചേഞ്ച് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. പക്ഷേ ഒരു 10 കിലോ വെയിറ്റിന്റെ കൂടെ ഒരു 100 ഗ്രാം ആഡ് ചെയ്താൽ അതിനകത്തൊരു ഡിഫറൻസ് വന്നതായിട്ട് നമുക്ക് തോന്നുമോ? 10 കിലോയുടെ കൂടെ 100 ഗ്രാം ആഡ് ചെയ്താൽ ഒരു ഡിഫറൻസ് വന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്, തോന്നില്ല. പക്ഷെ 1 കിലോയുടെ കൂടെ ഒരു 100 ഗ്രാം ആഡ് ചെയ്താൽ അതിനകത്തൊരു ഡിഫറൻസ് വന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഈ തോട്ട്സും ഈ ചിന്തകളും ഈ ഐഡിയാസും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ ഫെച്ച്നറിന്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്, ഇറ്റ് ആക്ച്വലി ടേൺഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഇൻ ടു സംതിങ് മെഷറബിൾ. അല്ലെങ്കിൽ നേരത്തെ ഈ എന്താ പറയേണ്ടത്, പെർസെപ്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതിനെ മെഷർ ചെയ്യാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സൈക്കോളജിസ്റ്റിന് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണ്, സൈക്കോളജിസ്റ്റിന് പുതിയ ടൂൾസ് ലഭിച്ചു, പുതിയ മെത്തേഡ്സ് അവർക്ക് കിട്ടി, എന്താ പറയേണ്ടത്, ടു സ്റ്റഡി ഹൗ ദ മൈൻഡ് വർക്ക്സ് എന്നുള്ളത്. So this was a major step എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ മൈൻഡ് വാസ് സീൻ ആസ് സംതിങ് മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടായിരുന്നു അതിനെ കണ്ടിരുന്നത്. അതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ അതുവരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. സോ ഫെച്ച്നർ ആക്ച്വലി ഹെൽപ് ടു ബ്രിങ് ഇൻ ടു അല്ലെങ്കിൽ ടു ബ്രിങ് സൈക്കോളജി ഇൻ ടു ദ റെലം ഓഫ് നാച്ചുറൽ സയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ വർക്ക് സ്ട്രക്ചറലിസത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്തു എന്നുള്ളത്. അതെങ്ങനെയാണ്? ടിഷ്നറിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഹി അഡ്മയർഡ് ഫെച്ച്നർ ബിക്കോസ് ഹി ബിലീവ്ഡ് ദാറ്റ് മെന്റൽ പ്രോസസ്സസ് കുഡ് ബി മെഷേർഡ് ആൻഡ് ക്ലാസിഫൈഡ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ബിലീഫ് അതായിരുന്നു. അപ്പൊ ജസ്റ്റ് ലൈക്ക് ഫെച്ച്നർ എന്താ പറയേണ്ടത്, ആ പെർസെപ്ഷന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്തതുപോലെ. അപ്പോൾ ഒരുപാടധികം വേസിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫെച്ച്നർ ആക്ച്വലി കോൺട്രിബ്യൂട്ടഡ് ടു സൈക്കോളജി to give its first real measurement system. ആ ഒരു മൈൻഡിന്റെ മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ഒരു 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 റിയൽ ആയിട്ടുള്ള ഒരു മാർഗം അദ്ദേഹം തുറന്നു തന്നു എന്ന് നമുക്ക് പറയാം. Now what we will do is we will revisit Wilhelm Wundt once again. Okay. അപ്പം വുണ്ടിനെ നമുക്ക് ഇവിടെ ഒരു എക്സ്പെരിമെന്റൽ കാറ്റലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഓൾറെഡി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു വി വിൽ റീവിസിറ്റ് ദിസ്, കാരണം ഇത് കുറച്ചും കൂടെ നമ്മൾ ഒരു അറ്റൻഷൻ കൊടുക്കേണ്ട സംഗതി ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക, വുണ്ട് വാസ് നോട്ട് ജസ്റ്റ് ആൻ ഇൻഫ്ലുവൻഷ്യൽ തിങ്കർ. ഒരു ഇൻഫ്ലുവൻഷ്യൽ തിങ്കർ അല്ലായിരുന്നു അദ്ദേഹം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഹി വാസ് ദ പേഴ്സൺ ഹു ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ സൈക്കോളജി ആസ് എ സയൻസ്. നമുക്ക് റൈറ്റ്ഫുള്ളി അത് നമുക്ക് പറയാം അല്ലെ. കാരണം വുണ്ട് ഇതിനകത്ത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ ആയി മാറിയത് വാസ് ബിക്കോസ് ഓഫ് ഹിസ് കമ്മിറ്റ്മെന്റ് ടു ടേണിംഗ് ദ സ്റ്റഡി ഓഫ് മൈൻഡ് ഇൻ ടു എ പ്രോപ്പർ എക്സ്പെരിമെന്റൽ ഡിസിപ്ലിൻ.
സ്റ്റഡി ഓഫ് മൈൻഡ് അതുവരെ സ്പെക്കുലേഷൻസ് മാത്രമായിരുന്നു, എക്സ്പെരിമെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് മുന്നേ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഡിസ്കഷൻസ് നടത്തിയിട്ടുള്ളത് എല്ലാം ഫിലോസഫിക്കൽ ആയിരുന്നു, അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഈ വുണ്ടിന്റെ ബിഗ് ഐഡിയ എന്ന് പറയുന്നത് വാസ് ദാറ്റ് മെന്റൽ പ്രോസസ്സസ് കുഡ് ബി ഒബ്സർവ്ഡ് ആൻഡ് സ്റ്റഡീഡ് ഇൻ ദ സെയിം വേ വി സ്റ്റഡി തിങ്സ് ഇൻ ഫിസിക്കൽ സയൻസ്. അപ്പോൾ എക്സ്പെരിമെന്റ്സ് നടത്താം, കെയർഫുൾ ഒബ്സർവേഷൻ നടത്താം, മെഷർമെന്റ് നടത്താം. ആ ഫിസിക്കൽ സയൻസസിൽ എങ്ങനെ നമുക്ക് ചെയ്യാമോ അതും ഇവിടെ പോസിബിൾ ആണ്. മെന്റൽ പ്രോസസ്സസ് അങ്ങനെ നമുക്ക് പഠിക്കാം എന്ന് പ്രൂവ് ചെയ്ത് തന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ വീണ്ടും നമ്മൾ പോകുന്ന ആ ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക്. അപ്പൊ അദ്ദേഹം ഇത് പഠിക്കുന്നതിന് വേണ്ടി അന്നുണ്ടാക്കിയ ആ ഒരു ടെക്നിക്കാണ് ഇൻട്രോസ്പെക്ഷൻ. ഇപ്പം ഇൻട്രോസ്പെക്ഷൻ ഇതെന്താ പറയേണ്ടത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ജസ്റ്റ് വേഗമായിട്ട് ആൾക്കാരുടെ അടുത്ത് ഡിസ്ക്രൈബ് ചെയ്യാനല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുന്ന സബ്ജക്ട്സിനെ അദ്ദേഹം ആദ്യം ട്രെയിൻ ചെയ്തു. അത് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് അവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആദ്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ആ ഒരു ഇന്റേണൽ എക്സ്പീരിയൻസസ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ അതിനെ പറയാനോ എഴുതാനോ ആയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയേണ്ടത്, ഈ ഈ ഈ അദ്ദേഹത്തിന്റെ ഈ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ദേ മൈറ്റ് ബി ആസ്ക്ഡ് ടു ലുക്ക് അറ്റ് എ ലൈറ്റ്, ഒരു 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 പ്രകാശത്തിലേക്ക് നോക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഒരു സൗണ്ട് കേൾപ്പിക്കും, എന്നിട്ട് അവരോട് അവരുടെ സെൻസേഷൻസ് എന്തായിരുന്നു എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത്? വാട്ട് ഡിഡ് ദേ ഫീൽ, വാട്ട് ഡിഡ് ദേ സീ, ഓർ വാട്ട് ഡിഡ് യു ഹിയർ. അത് പെട്ടെന്ന് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുകയും വേണം. ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ആൻഡ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തത്? Because he wanted to understand how these mental elements are actively organized by the mind itself. മനസ്സ് തന്നെ, മൈൻഡ് തന്നെ എങ്ങനെയാണ് ഈ മെന്റൽ എലിമെന്റ്സിനെ ഇത്രയും ആക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളത്. Now he also introduced another concept. ആ കോൺസെപ്റ്റ് ആണ് വോളണ്ടറിസം എന്ന ഒരു കോൺസെപ്റ്റും കൂടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം വോളണ്ടറിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് മീൻസ് ദാറ്റ് മൈൻഡ് ഇസ് നോട്ട് പാസീവ് എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഇൻഫർമേഷൻ റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല, പകരം മൈൻഡ് വളരെ ആക്റ്റീവായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ കമ്പൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻഡ് എക്സ്പീരിയൻസസിനെ അത് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം വോണ്ടിന്റെ അഭിപ്രായത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ലൈഫ് എന്ന് പറയുന്നത് ഇസ് ഷേപ്ഡ് ബൈ അവർ വിൽ, അറ്റൻഷൻ ആൻഡ് ഇന്റൻഷൻ. ഓക്കെ, അപ്പോ അദ്ദേഹം അപ്രിസിയേഷൻ എന്ന ഒരു കോൺസെപ്റ്റും കൂടെ അതിനെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ അപ്രിസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ന്യൂ എക്സ്പീരിയൻസസ് ആർ അണ്ടർസ്റ്റുഡ് ബേസ്ഡ് ഓൺ വാട്ട് വി ഓൾറെഡി നോ. അപ്പൊ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും ബൈ ട്രൈങ് ടു ലിങ്ക് ഇറ്റ് ടു പാസ്റ്റ് എക്സ്പീരിയൻസസ്. നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസിനുമായിട്ട് ലിങ്ക് ചെയ്ത് അതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാറും ഓടിക്കാൻ നമ്മൾ പഠിക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു കാറിൽ നമ്മൾ ഓടിക്കാൻ പഠിച്ചാൽ പോരെ, നമുക്ക് പിന്നെ ഏത് തരം കാറ് വേണമെങ്കിലും ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആരും പഠിപ്പിച്ചു തരാതെ നമുക്കതങ്ങ് പഠിക്കാം, നമുക്കത് ഓടിക്കാം എന്നുള്ളത് അല്ലെ. അപ്പൊ ദിസ് ഷോസ് ദാറ്റ് he was able to see consciousness as a dynamic process. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് സ്റ്റാറ്റിക് ആയിട്ടുള്ള പാർട്സ് അല്ല, ഇൻസ്റ്റെഡ് അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി ലെറ്റ് us compare this with ടിച്നേഴ്സ് അപ്രോച്ച്. എഡ്വേർഡ് ടിച്നറിന്റെ അപ്രോച്ച് ആയിട്ട് കമ്പയർ ചെയ്താലോ? അപ്പൊ ടിച്നറിന്റെ ഫോക്കസ് എന്തായിരുന്നു? ഇറ്റ് വാസ് ഓൺ ഐഡന്റിഫൈങ് ദ ബേസിക് കോണ്ടന്റ്സ് ഓഫ് ദ മൈൻഡ്, അതായത് സെൻസേഷൻസ്, ഇമേജസ്, അങ്ങനെയൊക്കെ ഉള്ളത്. ജസ്റ്റ് ലൈക്ക് എന്താ പറയേണ്ടത്, ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്യുന്നത് പോലെ അതിന്റെ കോണ്ടന്റ്സ് എന്താണ്, മൈൻഡിന്റെ ഉള്ളടക്കം, മൈൻഡ് വാട്ട് ഇസ് ഇറ്റ് മേഡ് അപ്പ് ഓഫ്,
എന്നുള്ളത് ആണ് അദ്ദേഹം പഠിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ വുണ്ടിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ ദോസ് ഇൻഗ്രീഡിയൻസ് ആർ കമ്പൈൻഡ് ടു ക്രിയേറ്റ് എ ന്യൂ എക്സ്പീരിയൻസ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കമ്പൈൻ ആയി ഒരു പുതിയ എക്സ്പീരിയൻസ് എങ്ങനെ നമ്മൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളത്. സോ ഹി വാസ് പ്രൈമറിലി കൺസേൺഡ് വിത്ത് ദ സ്ട്രക്ചർ ആൻഡ് ഓൾസോ ദ ഫങ്ഷൻ ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോൺഷ്യസ്നസ്. അപ്പോൾ കോൺഷ്യസ്നെസിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ആക്ടിവിറ്റി ഇതൊക്കെയാണ് അദ്ദേഹം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. So while Titchener is often associated with the term structuralism, it's very important to understand that Wundt's original vision was much broader and അത് കുറെ കൂടെ ഫ്ലെക്സിബിളും ആയിരുന്നു. ഓക്കെ, അപ്പോ കാരണം അദ്ദേഹം സൈക്കോളജിയെ ഒരു സയൻസ് ആയിട്ട് തന്നെ അദ്ദേഹം വീക്ഷിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സയൻസ് ഓഫ് ബോത്ത് മെന്റൽ കോണ്ടന്റ് ആൻഡ് മെന്റൽ ആക്ടിവിറ്റി എന്നുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് എന്താ പറയേണ്ടത്, വി കൺസിഡർ ഹിം ആസ് ദി എക്സ്പെരിമെന്റൽ കാറ്റലിസ്റ്റ്. കാരണം അദ്ദേഹം ജസ്റ്റ് മൈൻഡിനെ കുറിച്ചുള്ള തിയറീസിൽ ജസ്റ്റ് അവിടെ ഫോക്കസ് ചെയ്ത് നിന്നില്ല. ഹി റിയലി ഗേവ് us ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ടു സ്റ്റഡി ഇറ്റ് സയന്റിഫിക്കലി. മൈൻഡിനെ സയന്റിഫിക് ആയിട്ട് പഠിക്കാനായിട്ട് അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ടിച്ച്നറിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, സ്ട്രക്ചറലിസത്തിന്റെ ഫീച്ചേഴ്സും അതിന്റെ ക്രിറ്റിസിസംസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടിച്ച്നർ ബിൽഡ് എ സിസ്റ്റം വെരി ക്ലാസിഫൈഡ് എലിമെന്റ്സ് ഓഫ് ദ മൈൻഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. അല്ലെ, മൈൻഡിന്റെ എലിമെന്റ്സിനെ 3 ഗ്രൂപ്പ്സിലേക്ക് മാറ്റി. സെൻസേഷൻസ്, ഇമേജസ് ആൻഡ് എഫക്ട്സ്. ഇപ്പൊ സെൻസേഷൻ എന്ന് പറയുന്നത് ഇസ് ലൈക്ക് സീയിങ്, ഹിയറിംഗ്, സ്മെല്ലിംഗ്, അതൊക്കെ. ഇമേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് മെമ്മറീസ്. ആൻഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഫീലിംഗ്സ് ലൈക്ക് ഹാപ്പിനെസ്, സാഡ്നെസ്, അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ്സ്. ആൻഡ് അദ്ദേഹം ഇൻട്രോസ്പെക്ഷൻ ഉപയോഗിച്ചു ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദീസ് എലിമെന്റ്സ് വേർ ആൻഡ് എങ്ങനെ ആണ് അത് കമ്പൈൻ ചെയ്യുന്നത്. പക്ഷെ ഇതിനും ഒരുപാടധികം ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറിയത്. കാരണം പേഴ്സണൽ ഒബ്സർവേഷൻ, അദ്ദേഹത്തിന്റെ സബ്ജക്ട്സ്, അദ്ദേഹം ട്രെയിൻ ചെയ്ത വ്യക്തികൾ, അവരുടെ പേഴ്സണൽ ഒബ്സർവേഷൻ, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് കൂടുതലും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിലൈ ചെയ്തത് ആ പേഴ്സണൽ ഒബ്സർവേഷനിലാണ്. അപ്പൊ മനുഷ്യന്റെ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്തെടുത്തിരുന്നാലും ശരി തന്നെ ഇറ്റ് ക്യാൻ ബി ബയാസ്ഡ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. അവരുടെ ഓൾറെഡി ഉള്ള കാഴ്ചപ്പാട് അനുസരിച്ച്, ഓൾറെഡി ഉള്ള ചിന്ത അനുസരിച്ച്, ഓൾറെഡി അവർക്കുള്ള എക്സ്പീരിയൻസസ് അനുസരിച്ച് അവർ ബയാസ്ഡ് ആകാനുള്ള ആ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദ മൈൻഡ് വർക്ക്സ് ഓർ വൈ വി ഡു സർട്ടൻ തിങ്സ്. അത് നമ്മുടെ എക്സ്പീരിയൻസിനെ മാത്രമാണ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തത്. സോ അതാണ് ഇതിന്റെ ഡ്രോബാക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം ഈ ക്രിറ്റിസിസം നമുക്കൊരു ചോദ്യമായിട്ട് വരാം. വാട്ട് വാസ് ദ ബിഗസ്റ്റ് ഡ്രോബാക്ക് എന്നുള്ള രീതിയിൽ സ്ട്രക്ചറലിസത്തിന്റെ ഒരു ബിഗസ്റ്റ് ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടിച്ച്നറിന്റെ സ്ട്രക്ചറലിസത്തിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് റിലൈഡ് ടു മച്ച് ഓൺ പേഴ്സണൽ ഒബ്സർവേഷൻ. ആ ഒരു അർത്ഥം വരുന്ന ഓപ്ഷൻ ആണ് നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, if we look at the legacy and limitations here, now we understand that even though structuralism did not last as the main school of psychology, it made a lot of important contributions. അല്ലേ, അപ്പോൾ എന്താ പറയണ്ടത്, സ്ട്രക്ചറലിസം സൈക്കോളജിയുടെ ഒരു മെയിൻ സ്കൂൾ ആയിട്ട് മാറിയില്ല, പക്ഷേ ഒരുപാട് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അത് നടത്തി. കാരണം ഇത് എവിടെയെങ്കിലും തുടങ്ങണമല്ലോ, ആ ഒരു തുടക്കമാണ് ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. Because it proved or it showed that psychology could be studied in a scientific way. നമുക്ക് ലാബോറട്ടറി മെത്തേഡ്സ് കിട്ടി, കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നമുക്ക് കിട്ടി, ആൻഡ് there was a focus on careful observation. അല്ലെ, അപ്പോ ഇത് ഒത്തിരി അധികം റിയൽ വേൾഡ് പ്രോബ്ലംസിൽ അത് ഫോക്കസ് ചെയ്തില്ല, or it did not explain how the mind functions എന്നുള്ളതാണ്. Eventually, structuralism was replaced by other schools like behaviorism. Behaviorism എന്ന് പറയുമ്പോഴത്തേക്ക് it also looked at how people act.
പിന്നെ നമുക്ക് ജെസ്റ്റാൾട്ട് സൈക്കോളജി ഉണ്ട്. ജെസ്റ്റാൾട്ട് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് വാസ് ഓൺ പാറ്റേൺസ് ആൻഡ് ഹോൾനെസ് റാദർ ദാൻ പാർട്സ്. ഇവിടെ പാർട്സിലായിരുന്നു ഫോക്കസ്, എന്നാൽ ജെസ്റ്റാൾട്ട് സൈക്കോളജി ആ ഒരു ഹോൾനെസ്സിലാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. വി വിൽ ഗെറ്റ് ടു ദോസ്. സ്ട്രക്ചറലിസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വി വിൽ ഗെറ്റ് ടു ദോസ്. അപ്പൊ ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ടു റാപ്പ് അപ്പ്, ഐ വുഡ് സേ keep in mind, structuralism was the first big step in making psychology a science. സൈക്കോളജിയെ ഒരു സയൻസ് ആക്കി മാറ്റുന്നതിനുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു സ്ട്രക്ചറലിസം എന്നുള്ളത്. അപ്പോൾ ഈ സ്ട്രക്ചറലിസത്തിനെ ഷേപ്പ് ചെയ്തെടുത്തത് എന്താ പറയേണ്ടത്, ഹെൽംഹോൾട്സ്, പെച്ച്നർ, ആൻഡ് ഇറ്റ് വാസ് ബിൽഡ് ഓൺ ബൈ വുണ്ട് ആൻഡ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ബൈ ടിച്ച്നർ. ഇവരുടെ ഗോൾ എന്ന് പറയുന്നത് വാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഇൻ ടു പാർട്സ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു അപ്രോച്ചിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് വാസ് ടു നാരോ ആൻഡ് ടു ഫോക്കസ്ഡ് ഓൺ ഡിസ്ക്രൈബിങ് എക്സ്പീരിയൻസസ്. എക്സ്പീരിയൻസസിനെ എക്സ്പ്ലെയിൻ ചെയ്യല്ല ഇവിടെ ചെയ്യുന്നത്, എക്സ്പീരിയൻസസിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ദർ ഇസ് എ ഡിഫറൻസ് അല്ലെ. ഒരു വ്യക്തിക്കുണ്ടായ ആ ഒരു അനുഭവം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അതാണ് ഡിസ്ക്രൈബിങ് ദ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് വൈ, ഹൗ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ട്രക്ചറലിസം ആക്ച്വലി ഓപ്പൺ ദ ഡോർ ഫോർ എവറിത്തിങ് ദാറ്റ് കെയിം ഇൻ സൈക്കോളജി ആഫ്റ്റർ സ്ട്രക്ചറലിസം. അതുകൊണ്ട് തന്നെയാണ് സ്ട്രക്ചറലിസം സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായി നിൽക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ലെസണിൽ we will start with the goals and the theoretical foundations of structuralism. All right, so I'll wind up this part of the video here. Thank you very much for watching this lesson, and you have a great day ahead. Thank you.